I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave. 6 feet deep under, but my body won't decay. Cause my messages are timeless, so they'll put them on display. Oh yeah, I rap with a certainty, I have a sense of urgency. A message for eternity, for everyone internally. I had some people burning me, but now they fucking learn to see I ain't the one to fuck with, now they looking nervously. And I don't really care what you think of me, respectfully. You can kick rocks if you think you're fucking better, see I will outwork you, turn you to an enemy. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ക്യാം വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ വൈറ്റ് ടെയിൽ ഡിയറിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ്. ആൽബർട്ടയിൽ ഇപ്പം ആർച്ചറി സീസൺ സ്റ്റാർട്ട് ചെയ്തു. സീസൺ തുടങ്ങുന്നതിന് ഒരു മാസം മുന്നേ നമ്മൾ ക്യാമറ കൊണ്ടുപോയി വെച്ചായിരുന്നു. അത്യാവശ്യം ഡിയർ ആക്ടിവിറ്റി കണ്ട ഒരു ട്രെയിലാണ് നമ്മൾ ക്യാമറ വെച്ചത്. കുറേ ഡിയർ നമ്മുടെ ക്യാമറയിൽ വന്നായിരുന്നു. ക്യാമറ ഇരിക്കുന്നതിൻ്റെ ഒരു 25 മീറ്റർ മാറിയിട്ടാണ് നമ്മൾ ട്രീ സ്റ്റാൻഡ് സെറ്റ് ചെയ്തിരുന്നത്. ആദ്യം ട്രീ സ്റ്റാൻഡിൽ ഇരുന്ന് ഒന്ന് ട്രൈ ചെയ്യാനാണ് പ്ലാന്. ട്രീ സ്റ്റാൻഡിൽ ഇരുന്ന് ഹണ്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന് കുറേ സാമഗ്രികളും പ്രിപ്പറേഷനും ഉണ്ട്. ട്രീ സ്റ്റാൻഡിൽ ഇരുന്ന് ഹണ്ട് ചെയ്യുമ്പോൾ നോക്കേണ്ട മെയിൻ കാര്യം വിൻഡ് ഡയറക്ഷനും സേഫ്റ്റിക്കായിട്ട് നമ്മുടെ ഹാർനസും വെസ്റ്റും കാര്യങ്ങളെല്ലാം ഇടണം. അങ്ങനെ എല്ലാ സാധനം സെറ്റ് ചെയ്തിട്ട് മരത്തെ കയറി ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും 10 മണി 10:30 ആയി. നമ്മൾ അത്യാവശ്യം നല്ലൊരു ഹൈറ്റിലാണ് ഇരിക്കുന്നത്. ഡിയർ ഏത് സൈഡിൽ നിന്ന് വന്നാലും നമ്മളെ അങ്ങനെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യത്തില്ല. അപ്പോൾ നമ്മളൊരു വൈകുന്നേരം വരെ ഇരുന്ന് നോക്കാനാണ് പ്ലാന്. ഇപ്പം 6 മണി 6:30 സൺസെറ്റ് ടൈം. ആ ഒരു ടൈം വരെ ഇരുന്ന് നോക്കിയിട്ട് എന്താവുമെന്ന് നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ലൊരു ഡിയറിനെ കാണുവാണെങ്കിൽ ഷൂട്ട് ചെയ്യാനാണ് പ്ലാന്. അപ്പം നമുക്ക് നമ്മുടെ റേഞ്ച് കിട്ടണം. ഒരു 25 to 40 റേഞ്ച് കിട്ടിയാൽ മാത്രമാണ് നമ്മൾ ഷൂട്ട് ചെയ്തോളൂ. അപ്പം നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ആ ദിവസം നമുക്കൊന്നും കിട്ടിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം വന്ന വഴി ഒരുത്തനെ സ്പോട്ട് ചെയ്തു. എന്നെ കണ്ട പാടെ ബുഷിലേക്ക് കയറി. അവന് പാരലായിട്ട് ഞാനും കയറി. കുറേ സ്റ്റോക്ക് ചെയ്തിട്ട് അടുത്തെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിച്ച ഡിസ്റ്റൻസ് ഒരു 25 yards ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 35 to 40 yards അടുത്തുണ്ടായിരുന്നു അവൻ. റേഞ്ച് ഫൈൻഡർ എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് അവനെ കണ്ടപ്പോഴത്തേക്കും ഞാൻ വണ്ടിയിൽ ചാടി ഇറങ്ങി അവൻ്റെ പുറകെ ഓടിയതാണ്. അതുകൊണ്ട് തന്നെ റേഞ്ച് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആർച്ചറിയിൽ 10 മീറ്ററും ഡിസ്റ്റൻസ് വ്യത്യാസം ഉണ്ടെങ്കിലും നമുക്ക് നല്ല അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നല്ല ക്ലിയർ മിസ്സാവും. എൻ്റെ ഇത് അസംഷൻ വെച്ച് ആരോ മുകളിൽ പോയി. ആരോ കിട്ടിയില്ല, പക്ഷേ അതൊരു നല്ല മിസ്സായിരുന്നു. അവൻ്റെ കൊണ്ടിട്ടില്ല, അവൻ ഇഞ്ചേർഡല്ല. അന്ന് ഇരുന്നപ്പോഴും നമ്മുടെ മുമ്പിൽ ഡിയർ വന്നായിരുന്നു. പക്ഷേ ഒന്നും ക്ലോസ് റേഞ്ച് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ആർച്ചറി സീസണിൽ നമുക്കൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ റൈഫിൾ സീസണിൽ വന്നേക്കുവാണ്. ഈ പ്രാവശ്യം നവംബറിൽ വലിയ സ്നോ ഇല്ല. അതുകൊണ്ട് തന്നെ ചെറിയ ചൂടും ചെറിയ തണുപ്പും സൺസെറ്റൊക്കെ ആകുമ്പോഴത്തേക്കും തണുപ്പുള്ളൊരു ക്ലൈമറ്റാണ്. സാധാരണ നമ്മൾ ഈ വിൻ്റർ റൈഫിൾ സീസൺ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ മുട്ടറ്റം സ്നോ ഉണ്ട്. ഇതുവരെ സ്നോ ഇല്ലാതെ ഒരു റൈഫിൾ സീസൺ നമ്മളിതുവരെ ഉണ്ടായിട്ടില്ല. എപ്പോഴും വിൻ്ററിലാണ് റൈഫിൾ സീസൺ. അതുകൊണ്ട് തന്നെ ഡിയറിൻ്റെ റട്ടും കാര്യങ്ങളൊക്കെ കുറച്ച് ഡിലേ ആയിരിക്കും ഇപ്രാവശ്യം. നമ്മൾ നല്ല സ്നോയിലാണ്
ഡിയർ മൂവ്മെൻറ്റ്സ് കൂടുതലുള്ളത്. അപ്പം നമ്മൾ ബോയും എടുത്തിട്ടുണ്ട്. ഈ ഷാക്കിലിരുന്ന് ഹണ്ട് ചെയ്യാനാണ് പ്ലാന്. എങ്ങാനും നമ്മുടെ അടുത്ത് വരുവാണെങ്കിൽ ബോ യൂസ് ചെയ്യും. നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ബുഷിൻ്റെ അകത്തുനിന്ന് ഡിയർ ഫീൽഡിലേക്ക് ഇറങ്ങി വരുന്നതാണ്. 2-3 ട്രാക്സ് ഉണ്ട് നമ്മുടെ ഫ്രണ്ടിൽ. അപ്പം അങ്ങനെ വരുവാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ വരുവാണെങ്കിൽ നമ്മൾ ബോ യൂസ് ചെയ്യും. 50 യാർഡ്സിൻ്റെ കൂടുതലാണെങ്കിൽ നമ്മൾ റൈഫിൾ യൂസ് ചെയ്യാനാണ് പ്ലാന്. നമ്മളിന്ന് തന്നെയാണ് വന്നേക്കുന്നത്. കുറച്ച് നേരം ഇരുന്ന് നോക്കിയിട്ട്, ഫുൾ ഡേ സിറ്റാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. കുറച്ച് നേരം ഇരുന്ന് നോക്കിയിട്ട് ചിലപ്പോൾ നടന്നു നോക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് വന്നേക്കുന്നത്. ഒരു 5:30-6 മണി ആവത്തോളമായി. 6:30ക്കാണ് സൺസെറ്റ്. നമ്മൾ രാവിലെ മുതൽ ഇരുന്ന് ഒന്നും കാണാതെ മനസ്സ് മടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാൽ പിന്നെ ഒന്ന് നടന്നു നോക്കിയേക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അരമണിക്കൂറും കൂടെ ഉള്ളൂ നമുക്ക് സൺസെറ്റിന്. അങ്ങനെ ഞാൻ ആ നമ്മുടെ ഫ്രണ്ടിൽ കണ്ട ബുഷിൻ്റെ അടുത്തോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലെഫ്റ്റിൽ നിന്ന് 2 മാൻ നടന്നു വരുന്നത് കണ്ടു. എന്നാൽ പിന്നെ അവനെ ഒന്ന് അടുത്ത് പോയിട്ട് സ്റ്റോക്ക് ചെയ്യാം, എന്നിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അടുത്ത് വന്നു. അപ്പം ഞാൻ കൺഫേമായി 2 വലിയ മാനാണ്. അതുകൊണ്ട് ഞാൻ ഉടനെ അവിടെ തന്നെ നിന്നു. നമ്മുടെ ലെഫ്റ്റിൽ നിന്ന് അവൻ റൈറ്റിലേക്ക് നടന്നിട്ട് അവിടെ നിന്ന് ഒരു ഓപ്പണിംഗ് ഉണ്ട്, അവിടെ നിന്നൊരു ട്രാക്ക് ഉണ്ട്. മോസ്റ്റ് ലൈക്ലി ആ ട്രാക്കിൽ കൂടെ ഫീൽഡിലേക്ക് വരാനാണ് അവരുടെ പ്ലാന്. പെൺമാനാണ്, ഡോ എന്ന് പറയും. അപ്പം നമ്മുടെ ഈ റൈറ്റിൽ കാണുന്ന ഓപ്പണിങ്ങിൽ വരുമ്പം ഷൂട്ട് ചെയ്യാമെന്നാണ് എൻ്റെ പ്ലാന്. നമ്മൾ മാക്സിമം സ്റ്റില്ലായിട്ട് അല്ലെങ്കിൽ പതുക്കെ നടക്കുക. നമ്മുടെ നേരെ നോക്കുവാണെങ്കിൽ പിന്നെ അനങ്ങരുത്. അപ്പം നമ്മൾ മാക്സിമം സ്റ്റില്ലായിട്ട് ആ ഓപ്പണിങ്ങിൽ വരുമ്പം ഷൂട്ട് ചെയ്യാനുള്ള പ്ലാനിലാണ്. റൈഫിൾ എടുത്തിട്ടുണ്ട്. റൈഫിൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റൈഫിൾ ടാർഗറ്റ് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥലത്തോട്ട് എയിം ചെയ്ത് മാക്സിമം സ്റ്റില്ലായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. നോക്കാം. ഏകദേശം 2 മിനിറ്റോളം ഞങ്ങൾ 2 പേരും കണ്ണും നോക്കി നിന്നു. അവിടെ നിന്നൊരു മൂവ്മെൻറ്റും ഇല്ല. ഞാനും മാക്സിമം മൂവ് ചെയ്യാൻ നോക്കി. പക്ഷെ നമുക്ക് ഗണ്ണും കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ അധികം സ്റ്റില്ലാക്കി നിൽക്കാൻ പറ്റത്തില്ല. എൻ്റെ സൈഡിൽ നിന്നൊരു മൂവ്മെൻറ്റ് നോക്കിയാണ് അത് നിൽക്കുന്നത്. കറക്റ്റായിട്ട് ഗണ്ണ് മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് മനസ്സിലായി. ഇപ്പോൾ ഈ കേട്ട സൗണ്ട് ഉണ്ട്, അതിന് പറയുന്നതാണ് സ്നോട്ട് വീസ്. സ്നോട്ട് വീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിയർ അലേർട്ട് കൊടുക്കുന്നതാണ് മറ്റു ഡിയറിനോട്, ഇവിടെ ഡേഞ്ചറുണ്ട്, അതുകൊണ്ട് തന്നെ വേഗം ഓടിക്കോളാം. അപ്പം നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് സൈഡിലേക്ക് 2 ഡിയർ ഓടിപ്പോയത് ഒരു ചെറിയ മിന്നായം പോലെ കാണാൻ പറ്റുള്ളൂ. കാരണം ഉള്ളിലാണ് നിൽക്കുന്നത്. നമുക്ക് ക്യാമറയിൽ സൂം ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഇല്ല. നമുക്കത് വിഷ്വൽ നിൽക്കുന്നതും നോക്കുന്നതും കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പം ഞാൻ തിരിച്ച് ഷാക്കിലേക്ക് പോവാണ്. കാരണം മാൻ പൊതുവേ ഓടിപ്പോകുമ്പോൾ വട്ടത്തിലായിരിക്കും ഓടുന്നത്. അപ്പം നമുക്കൊരു ചാൻസ് കൂടെ ഉണ്ട്, ഈ ഫീൽഡിലേക്ക് വരാനൊരു ചാൻസ് ഉണ്ട്. ഇപ്പം വട്ടത്തിൽ ഓടുവാണെങ്കിൽ കറങ്ങി തിരിഞ്ഞ് നമ്മളിപ്പോൾ ഈ റൈറ്റ് സൈഡിൽ നിന്ന് കയറി വരേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ഷാക്കിൽ പോയി ഇരുന്ന് നോക്കിയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഷാക്കിൽ നിന്ന് ഇറങ്ങി അല്ലെങ്കിൽ ഷാക്കിൽ നിന്ന് ഷൂട്ട് ചെയ്യാം. അപ്പം നമുക്ക് പോയി ഇരുന്ന് നോക്കാം. അധികം ഇപ്പോൾ എൻ്റെ അസംഷൻ ശരിയായിരുന്നു. നമ്മൾ ഷാക്കിൽ ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഫീൽഡിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ ഡിയർ
ഓടി വന്നു. നമ്മൾ സ്പോട്ട് ചെയ്ത 2 ഡിയറാണ്. നമ്മുടെ ഇപ്പോൾ ഒരു 400 മീറ്റർ മാറിയിട്ടാണ് ഫീൽഡിൽ നിൽക്കുന്നത്. ക്യാമറയിൽ കാണാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അറ്റൻഷൻ കിട്ടാതെ മാക്സിമം സ്റ്റോക്ക് ചെയ്യുക. നമ്മുടെ ഫ്രണ്ടിലുള്ള മരങ്ങളൊക്കെ ഒരു ഹൈഡായിട്ട് യൂസ് ചെയ്തിട്ട് കുറച്ച് മാക്സിമം പറ്റുന്ന ഡിസ്റ്റൻസ് ഫീൽഡിലേക്ക് കയറി കഴിഞ്ഞാൽ അവൻ എന്തായാലും കാണും. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന ബുഷിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഓബ്സ്റ്റക്കിൾസ് എല്ലാം മാറ്റി ഒരു റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്ലാന്. അതുകൊണ്ട് മാക്സിമം സ്റ്റില്ലായിട്ട് സ്ലോ ആയിട്ട് സ്റ്റോക്ക് ചെയ്യുക. വിൻഡ് നമ്മുടെ ഫേവറാണ്. നമ്മുടെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് വിൻഡ് പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ വിൻഡ് അവന് കിട്ടുമെന്ന് പേടിക്കണ്ട. നമ്മൾ സെൽഫ് കൺട്രോളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ മാക്സിമം സ്ലോയിൽ സ്റ്റോക്ക് ചെയ്ത് മാക്സിമം അടുത്തെത്തി ഒന്ന് കോൾ ചെയ്ത് നോക്കും. കോൾ ചെയ്തിട്ട് മാക്സിമം ഡിയറിനെ നമ്മുടെ നേരെ വരുത്താൻ നോക്കും. എന്നിട്ടൊരു 200-250 യാർഡ്സ് ഒക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് നോക്കാനാണ് പ്ലാന്. അപ്പം നമുക്ക് വീഡിയോ കാണാം. നമുക്ക് നമ്മുടെ 2 മാനയും കിട്ടിയേക്കുവാണ്. അവരൊരു 400 മീറ്റർ ഡിസ്റ്റൻസിലായിരുന്നു ഇരുന്നത്. കോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 250 മീറ്ററിലേക്ക് വന്നു. ആദ്യം വെടിവെച്ചത് അവിടെ തന്നെ വീണു.
മറ്റേത് പേടിച്ചിട്ട് ഒരു 50 മീറ്റർ മാറി ഓടിയായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ കൊടുത്തുകൊണ്ട് തന്നെ അത് വെടി കൊണ്ടിട്ട് ഓടി. പക്ഷേ ഒരു 30 മീറ്ററിനുള്ളിൽ നമുക്ക് കിട്ടി. ട്രാക്ക് ചെയ്യാൻ പോയത് ക്യാമറയിൽ കിട്ടിയില്ല. ഓണായിരുന്ന ക്യാമറ ഓഫാന്ന് വിചാരിച്ച് ഞാൻ ഓഫ് ചെയ്തിട്ടാണ് അതിനെ ട്രാക്ക് ചെയ്യാൻ പോയത്. പിന്നെ നമുക്ക് അധികം നേരം അവിടെ സമയമില്ലായിരുന്നു, കാരണം സൺസെറ്റ് ആയിരുന്നു, ഇരുട്ടത്തായിരുന്നു ഇരുന്ന് വെട്ടിയത് ഞാൻ തന്നെ ആയതുകൊണ്ട് നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ബാക്കിയുള്ള പരിപാടികളെല്ലാം വീട്ടിൽ വന്നിട്ടാണ്. ഗട്ട് എല്ലാം എടുത്ത് കളഞ്ഞിട്ട് സ്കിന്നോടെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരുമായിരുന്നു. വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ബാക്ക് യാർഡിൽ തൂക്കിയിട്ടിട്ടായിരുന്നു സ്കിന്നിങ്ങും പരിപാടികളൊക്കെ. അപ്പം നമുക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നതിന് വരെ സൈനിങ് ഓഫ് സ്റ്റീഫൻ.